ജാഫർ ഇടുക്കി അങ്ങനെ രക്ഷപ്പെട്ടു. ഇനി വരുന്നത് സാക്ഷാൽ മുകുന്ദൻ സാറാണ്. എഴുത്തുകാരൻ എം മുകുന്ദൻ. അദ്ദേഹത്തിന് പിന്നെ സ്റ്റേജിൽ പിടിച്ചു നിൽക്കാൻ വലിയ ഗിമിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എഴുത്തു പേനത്തുമ്പിൽ വരുന്നതാണെങ്കിലും അതിൻ്റെ വലിയൊരു നാവ് അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ആ നാവ് എഴുത്തുകാർ ഇൻഷൂർ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എം മുകുന്ദൻ പറഞ്ഞു വരുന്നത്. എഴുത്തുകാരെ എന്തുകൊണ്ട് ചിലർക്ക് പേടിക്കുന്നു, ദൈവങ്ങളെ പേടിക്കാത്ത എഴുത്തുകാരെ പേടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നത്. പക്ഷേ എഴുത്തുകാർ ജനങ്ങളുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തുകൊണ്ടാകാം. ഇതിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എങ്ങനെ എഴുത്തുകാരൻ്റെ സാധ്യത നിലനിർത്താം എന്നുള്ളത്. എഴുത്തുകാരന് സ്വന്തമായി സംസാരിക്കാൻ ഒരു വ്യവസ്ഥിതിയാണ് നമ്മളിന്ന് സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ വ്യവസ്ഥിതിയിൽ എഴുത്തുകാരുടെ കൂടെ ജനമുണ്ടാകണം, അതുപോലെ എഴുത്തുകാർ ജനങ്ങളുടെ കൂടെ ഉണ്ടാകണം. അപ്പം അങ്ങനെയുള്ള ഒന്നിച്ചുള്ള പ്രതിരോധ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. ഇപ്പം കേരളത്തിലെ എഴുത്തുകാർ ആദ്യം ചെയ്തത് അവരുടെ നാവ് ഇൻഷുർ ചെയ്യുന്നതാണ്. അതാണ് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം. അത് അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കൂൾസിയുടെ നോവലിൽ നിന്ന് സംഭവിച്ച കാര്യം, ഫ്രൈഡേ എന്ന അടിമക്ക് സംഭവിച്ച കാര്യം ഒരുപക്ഷെ നാളെ നമ്മുടെ എഴുത്തുകാർക്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് നാവ് ഇൻഷുർ ചെയ്യുന്നത്. എൻ്റെ പ്രായത്തിൽ ഇൻഷുറൻസ് സാധ്യമാണെന്ന് അറിയില്ല. 70 കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ ഒരുപാട് ചെറുപ്പക്കാരിവിടെയുണ്ട്. അവരാണ് ഇനി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. അപ്പോൾ അവരോട് പറയാനുള്ളത് നാവ് സൂക്ഷിക്കാനുള്ളതാണ്. നാവില്ലാത്ത ഒരു ജനതയായി നമ്മൾ മാറുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് പ്രതിരോധത്തിൻ്റെ ഒരു വലിയൊരു മഹാസഖ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ ചിതറിക്കിടക്കുകയാണ്, പല ഭാഗത്ത് ചിതറിക്കിടക്കുകയാണ്. പക്ഷെ നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു വസ്തുത, എല്ലാ കാലത്തും പ്രതിരോധത്തിൻ്റെ മുൻനിരയിൽ നമ്മൾ മലയാളികൾ ഉണ്ടായിരുന്നതാണ്. അടുത്ത കാലത്ത് ഡൽഹിയിൽ പോയി നടന്നിട്ടില്ല, എങ്കിൽ പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടില്ല. അവിടെയൊക്കെ പ്രതിരോധങ്ങളുടെ മുൻനിരയിൽ മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഓരോ തരത്തിലും പ്രതിരോധിക്കുന്ന എഴുത്തുകാരെ വേട്ടയാടുന്നത് ഇതാദ്യമായിട്ടാണോ? അല്ല. അതിൻ്റെ കഥയാണ് ഇനി എം മുകുന്ദൻ പറയാൻ പോകുന്നത്. എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞത് എഴുത്തുകാരെ വേട്ടയാടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ചരിത്രത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ കാലത്തുമുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു എഴുത്തുകാരൻ വേട്ടയാടപ്പെടുന്നത് 1933-ലാണ്. ആ 1933-ലാണ് ജർമ്മനിയിൽ നാസികൾ അധികാരത്തിൽ വരുന്നത്. അന്ന് നാസികൾ അധികാരത്തിൽ വന്നപ്പോൾ അവർ ഉന്നമിട്ടിരുന്നത് മറ്റാരുമല്ല, ബെർട്ടോൾട്ട് ബ്രെക്റ്റ് എന്ന പിന്നെ എപ്പിക് നാടകം എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നിട്ടുള്ള ആ വലിയ എഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹത്തെ വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം പലായനം ചെയ്തു. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 60-70 വർഷങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലഘട്ടം പലായനങ്ങളുടെ കാലമാണ്. എഴുത്തുകാർ പലായനം ചെയ്തുകൊണ്ടിരുന്ന കാലം. എഴുത്തുകാരൻ മണ്ണിൽ നിന്ന് സ്വന്തം നാടും വീടും വിട്ട് പിന്നെ പലായനം ചെയ്യേണ്ടത് ഒരു കാലം അതായിരുന്നു. എല്ലായിടത്തും എഴുത്തുകാർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. പിന്നെ 1933 ബ്രെക്റ്റിന് ഉണ്ടായിട്ടുള്ളതിനേക്കാൾ ഭീകരമായ അനുഭവമായിരുന്നു സ്പെയിനിൽ ലോർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് 1936 ലോർക്കയോട് അവിടുത്തെ ഫാസിസ്റ്റുകൾ പറഞ്ഞത് ഇനി നിന്റെ ശവകുയിലും കുഴിക്കും എന്നുള്ളതാണ്. ലോർക്കയെ കൊണ്ട് സ്വന്തം പിന്നെ ഒരു ശവക്കുഴി കുഴിപ്പിച്ചു. നാടകത്തെ മഹാകവി അദ്ദേഹത്തിന് സ്വന്തം കുഴിമാടം കുഴിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ അവർ വെടിവെച്ച് കൊന്ന് അതേ കുഴിയിൽ നിക്ഷേപിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാലാകാലമായിട്ട് നടക്കുന്നുണ്ട്. കാലാകാലമായി ഇത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എഴുത്തുകാർക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ അതേക്കുറിച്ചും എഴുത്തുകാരൻ പറയുന്നത് കേൾക്കുക. എഴുത്തുകാർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, എഴുത്തുകാരുടെ രൂപത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ഞാനൊക്കെ നമ്മൾ ആധുനികത എന്ന് പറയുന്ന കാലത്ത് തലമുടി നീട്ടിയിരുന്നു, ബെൽബോട്ടം പാൻറ് ധരിച്ചിരുന്നു, ചുമലിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ പലരുടെയും ചുമലിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല, ഞാനിങ്ങനെ എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു എഴുത്തുകാരുടെ വേഷം അതായിരുന്നു. അങ്ങനെ നീണ്ട തലമുടിയും ബെൽബോട്ടം പാൻറ്റും തോളിലൊരു സഞ്ചിയും. ഇന്ന് എഴുത്തുകാരുടെ വേഷം എന്താണ്? നമ്മൾ വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇവിടെ ഒന്നും വേണ്ട, നമ്മളെപ്പോഴും എല്ലാ ആശയങ്ങളും പുറത്തുനിന്ന് എടുക്കുന്നതാണ്. ഇപ്പോൾ അമേരിക്കയിലെ ഒരു എഴുത്തുകാരൻ, അവിടെ ഒരു യുവ എഴുത്തുകാരനുണ്ട്, ഒരു ജൂനോസ് ഡയാസ് പറഞ്ഞ ഒരു യുവ എഴുത്തുകാരൻ. അയാൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി ഒരു അതിശക്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോൾ ഈ എഴുത്തുകാരൻ സംസാരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ ചെന്നു. കാരണം
ഈ ഒരു പുതിയ തലമുറയിൽ അമേരിക്കൻ എഴുത്തുകാരൻ എങ്ങനെയാണെന്നുള്ളത് അതിന് രൂപം എങ്ങനെയാണ്, അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അടക്കമുള്ള സദസ്യ എഴുത്തുകാരനെ കാത്തിരിക്കുമ്പോൾ അതായത് ഇതുപോലെ ഒരു മൈക്കുണ്ട്. അപ്പോൾ ഒരാൾ മൈക്കിനടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മൈക്ക് റിപ്പയർ ചെയ്യുന്ന ആളാണുള്ളത്. മുഷിഞ്ഞ ഒരു ജീൻസും അതിലേറെ ചുളിഞ്ഞ ഒരു ടീഷർട്ട് ഇട്ട് തലമുടിയൊന്നും ചെയ്യാത്ത ഒരാളാണ്, ഒരു ചെറുപ്പക്കാരൻ. അയാൾ എഴുത്തുകാരനാണ്. ഞാൻ മൈക്ക് നന്നാക്കുന്ന ആളെ തെറ്റിദ്ധരിച്ച ആൾ എഴുത്തുകാരനായിരുന്നു. അപ്പം അങ്ങനെ മുഷിഞ്ഞ ഒരു മുഷിയാന്ന് പറയുമ്പോൾ ഒട്ടും ശ്രദ്ധയില്ലാത്ത വേഷം, തലമുടി ചെയ്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നമുക്ക് ആദ്യം അദ്ദേഹം പറഞ്ഞ ഷിറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. നമ്മൾ സാധാരണ ഷിറ്റ് എന്നുള്ള വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പത്രവാദികൾ അത് വെട്ടിക്കളയും. അവിടെ പിന്നെ ഷീന്ന് എഴുതിയിട്ട് 3 കുത്തും. പക്ഷെ അങ്ങനെ ഒരു വാക്കാണ് അയാൾ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ ഒട്ടും ആലങ്കാരികമല്ലാത്ത വളരെ തെലുഗു ഭാഷയിലായിരുന്നു പ്രസംഗം. പിന്നെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ വെറുക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ പ്രശ്നം. അന്ന് ഒബാമ ജയിച്ച സമയമാണ്, ഒബാമ ജയിച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സദസ്സിരിക്കുന്ന ഞങ്ങളൊക്കെ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇദ്ദേഹം പ്രസിഡന്റിനെ വെറുക്കുന്നത്. അപ്പോൾ അദ്ദേഹം എഴുത്തുകാരൻ പറഞ്ഞത് ഞാൻ ഒബാമയുടെ 3 വാദപ്രതിവാദങ്ങൾ, 3 സംവാദങ്ങൾ അവിടെ അങ്ങനെയൊക്കെ അറിയാം. ഈ പ്രസിഡന്റിന് സ്ഥാനാർത്ഥികൾ തമ്മിൽ വാദപ്രതിവാദം, ഡിബേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ അമേരിക്കൻ എഴുത്തുകാരൻ പറയുന്നത് ഞാൻ 3 സംവാദങ്ങൾ കേട്ടു, പക്ഷേ ഈ 3 സംവാദങ്ങളിലും ഒരിക്കൽ പോലും ഒബാമ സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഐ ഹേറ്റ് ഹിം എന്നുള്ളത്. അപ്പം ഇങ്ങനെ പറയാനുള്ള ധൈര്യം എഴുത്തുകാർക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ എത്ര മാറ്റമുണ്ടായാലും കുത്തക മുതലാളിമാരുടെ ശത്രു എന്നും എഴുത്തുകാരാണ്. അതിപ്പോൾ മതേതര രാജ്യമായ ഇന്ത്യയിലും വന്നു എന്ന് പറയുമ്പോൾ നാവല്ല ശരീരം മൊത്തം ഇൻഷൂർ ചെയ്തിട്ടും കാര്യമില്ല എന്നതാണ് സത്യം.